അപ്പോൾ 10th പ്രിലിംസ് ആദ്യമായിട്ട് എഴുതുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന മാർക്കിനേക്കാൾ ഒരു 7-8 മാർക്കോളം നോർമലൈസേഷൻ വെച്ച് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചിട്ടുള്ള മാർക്ക് മതിയാവും നിങ്ങൾക്കത് പാസ്സാകാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 10th പ്രിലിംസ് എക്സാമിന് സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസ് പാസ്സാകുക എന്നുള്ളത് നിങ്ങൾക്കൊരു നിസ്സാരമായിരിക്കും. അവിടെ തടസ്സമായിട്ട് വരുന്നത് മറ്റൊരു കാര്യമായിരിക്കും. നമസ്കാരം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസ് അല്ലെങ്കിൽ 10th പ്രിലിംസ് ഇൻ ജനറൽ അതിനെക്കുറിച്ചാണ്. അതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ 10th പ്രിലിംസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം തന്നെ ആദ്യമായിട്ട് എഴുതുന്നവരെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്ഷൻസ് ഭയങ്കര ഈസി ആയിരിക്കും. പൊതുവെ ഓപ്ഷൻസ് ഈസി ആകുന്നത് വെച്ചിട്ടാണ് ഒരു എക്സാം ഈസി ആവുകയോ ഡിഫിക്കൽട്ട് ആവുകയോ ചെയ്യുന്നത്. ഒരു എക്സാമിന്റെ ഓപ്ഷൻസ് ഡിഫിക്കൽട്ട് ആകുമ്പോഴാണ് ആ എക്സാം ശരിക്കും ഡിഫിക്കൽട്ട് ആവുന്നത്. ചോദ്യം ഡിഫിക്കൽട്ട് ആകുമ്പോഴല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 10th പ്രിലിംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഈസിയാണ്. ഓപ്ഷൻസ് ഈസി ആയതുകൊണ്ട് ഓപ്ഷൻസിലൂടെ ആൻസറിലോട്ട് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 4 ഓപ്ഷൻസ് തരികയാണെങ്കിൽ ആ 4 ഓപ്ഷൻസ് ശ്രദ്ധിച്ച് വായിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും 2 ഉത്തരം ഈസി ആയിട്ട് വെട്ടിക്കളയാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്ന ഒരു എക്സാമാണ് 10th പ്രിലിംസ് എന്ന് പറഞ്ഞാൽ. 2 ഉത്തരം ഈസി ആയിട്ട് വെട്ടിക്കളയാൻ സാധിക്കും. ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത 2 ഉത്തരങ്ങൾ നമുക്ക് വെട്ടിക്കളയാൻ സാധിക്കും. ബാക്കിയുള്ള 2 ഉത്തരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എത്തിയാൽ മതിയാവും. അതായത് 50-50 എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കോടീശ്വരം പരിപാടിയിലെ 50-50 എന്ന് പറയുന്നത് പോലെയാവും കാര്യങ്ങൾ. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യനില്ല ആദ്യം തന്നെ രണ്ട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് വെട്ടിക്കളയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ 4 ഉത്തരങ്ങൾ ചോദിക്കുകയാണ്. 4 ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. 1, 2, 3, 4 ഇതിൽ എത്ര എണ്ണം ശരി? ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ശരി, ബി 3, 4 ശരി, സി എല്ലാം ശരി, ഡി എല്ലാം തെറ്റ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ആ 1, 2, 3, 4 എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നിങ്ങൾക്ക് ശരിയാണെന്ന് ഉറപ്പുള്ളത് സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക. TF എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച ശേഷം വരാൻ സാധ്യതയില്ലാത്ത ഓപ്ഷൻസ് എല്ലാം വെട്ടിക്കളയുക. ഇത് ആദ്യം നിങ്ങൾ ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷൻസ് എല്ലാം വെട്ടിക്കളയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാക്കി 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 80 ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തായിട്ട് മാറും? 2 ഓപ്ഷൻസ് മാത്രമുള്ള ചോദ്യങ്ങളായിട്ട് മാറും. ഇതെല്ലാം അപ്പം തന്നെ ചെയ്യുമോ? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാനല്ല, ഓരോ ചോദ്യം അങ്ങനെ ചെയ്ത് പോവുക. അപ്പം 2 ഉത്തരമുള്ള ചോദ്യങ്ങളായിട്ട് മാറ്റാനായിട്ട് സാധിക്കില്ല. അതിന് ആ 2 ഉത്തരമുള്ള ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ 2 ഉത്തരത്തിൽ ഇഷ്ടമുള്ള, അതായത് ഏറ്റവും നല്ല ഉത്തരം വരാൻ ചാൻസ് ഉള്ള ഉത്തരം നിങ്ങളത് ടിക്ക് ചെയ്യുക. ആ ഒരു അപ്രോച്ചിൽ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇത് പാസ്സാകാനായിട്ട് സാധിക്കും. ഇത് എപ്പോഴും ഒരു സെലക്ഷൻ പ്രൊസീജിയർ മാത്രമാണ്, എലിമിനേഷൻ പ്രൊസീജിയർ മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ടോപ്പ് റാങ്കിലോട്ട് എത്തുക എന്നുള്ളത് പ്രിലിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇത്രയാണ് പ്രിലിംസിന്റെ നിങ്ങൾ ഒരു പുതിയതായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, പ്രിലിംസ് നിങ്ങൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളല്ല. നിങ്ങൾ LGS എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ രണ്ടാമത് ഇതിനു മുമ്പേ പ്രിലിംസ് ഒക്കെ എഴുതിയിട്ടുണ്ട് എങ്കിൽ, അതേപോലെ LGSനൊക്കെ അത്യാവശ്യം മാർക്കുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുവെ മാറുകയാണ്. LGS അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് 60-ന് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ടത് സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ് ആണ്. നിങ്ങൾ എക്സാമിന് ടെൻഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്രിസ്മസ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ ടൈമിലാണ്, ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ ടൈമിലാണ് അല്ലേ. ഇതിന്റെ ഇടയിലെല്ലാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എക്സാം എഴുതാൻ പോകുക എന്നുള്ളത്. എക്സാം എഴുതാൻ പോകാതിരിക്കരുത്. ഒരിക്കലും നമ്മുടെ സെലിബ്രേഷൻ ടൈം ആണെന്ന് കരുതിയിട്ട് പോകാതിരിക്കരുത്. അത് എന്തായാലും ഇത് സെലിബ്രേഷന് പ്രാധാന്യമുള്ള സമയമാണല്ലേ. ക്രിസ്മസ് ഒരു 24th to 31st എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന സെലിബ്രേഷൻ തന്നെയാണ്. 100% സെലിബ്രേഷൻ ആണ് ഏറ്റവും പ്രധാനം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ എക്സാം അവോയ്ഡ് ചെയ്യരുത്. കാര്യം ഇത് പാസ്സായാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് OA നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 100% സെക്രട്ടേറിയറ്റ് OA എഴുതണമെങ്കിൽ ഇത് പാസ്സായേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പാസ്സാകുമെങ്കിൽ നമ്മൾ ആദ്യം എക്സാം അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. എക്സാം പാസ്സായി പ്രിലിംസ് പാസ്സാകില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അറ്റംപ്റ്റ് ഒഴിവാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. LGS ഒക്കെ അവസാന നിമിഷം അറ്റംപ്റ്റ് ഒഴിവാക്കിയവരൊക്കെ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിൽ. കാര്യം എക്സാം പാസ്സാകില്ല എന്ന് കരുതി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഈസി ആണെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നമുക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് പാസ്സായി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് OA അല്ലാതെ വേറെ ഏതെങ്കിലും എക്സാംസും കൂടി ഉണ്ട് എങ്കിൽ അതും കൂടി പാസ്സാകാവുന്ന രീതിയിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് സെക്രട്ടേറിയറ്റ് OA അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം ഉണ്ട്, അതായത് ഇപ്പോൾ വേറെ ഏതെങ്കിലും 6 എക്സാംസ് ഉണ്ട് ഇതിന്. അപ്പോൾ അതിൽ വേറെ ഏതെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ അതും കൂടി പാസ്സാകാവുന്ന രീതിയിൽ സേഫായിട്ട് നിങ്ങളത് ആ ഒരു എക്സാം എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം ഒരു എക്സാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് OA നിങ്ങൾ എന്തായാലും പാസ്സാകും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മറ്റ് എക്സാം കൂടി പാസ്സാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴും നെഗറ്റീവ്സ് വരാൻ ചാൻസ് തീരെ കുറവാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം LGSനേക്കാളും നെഗറ്റീവ് വരാൻ ചാൻസ് കുറവാണ്. എന്ന് കരുതി ഇതെല്ലാം നിങ്ങളുടെ റിസ്ക് തന്നെ കേട്ടോ. എനിക്ക് ഇതിനകത്ത് യാതൊരു റിസ്ക്കും ഇല്ല. കാര്യം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് തെറ്റിക്കുകയാണെങ്കിൽ, അറ്റംപ്റ്റ് ചെയ്ത് ശരിയാക്കുകയാണെങ്കിൽ എല്ലാം അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. നെഗറ്റീവ് വരാതെ എല്ലാം ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ നോളജും കൂടി അതിനകത്ത് ഡിപ്പെൻഡഡ് ആണ്. നിങ്ങൾ എത്രത്തോളം അറിവുണ്ട് എന്നുള്ളതനുസരിച്ച് നെഗറ്റീവിൽ വ്യത്യാസവും കൂടുതലും കുറവും ഒക്കെ വരും. അപ്പോൾ നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ആദ്യം പറഞ്ഞൊരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. പറ്റാവുന്ന ഓപ്ഷൻസ് എല്ലാം വെട്ടിക്കളയുക. അപ്പോൾ അവർ വന്ന് പറയും
ഇത് ചോദ്യപേപ്പറിലൊന്നും മാർക്ക് ചെയ്യരുത് എന്നുള്ളതൊക്കെ പറയും. പക്ഷെ അതിന് PSC ഇതുവരെ അങ്ങനെ ഒരു നിർദ്ദേശവും തന്നിട്ടില്ല. ചോദ്യപേപ്പറിൽ മാർക്ക് ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശമൊന്നും PSC ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ എന്തും മാർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ PSCയുടെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷനും അതിന്റെ ഇതിൽ വന്നിട്ടില്ല. നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ മാർക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും മാർക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് വെട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാവുന്നതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ് വിളിച്ച് പറഞ്ഞിരുന്നു, നന്നായിട്ട് പഠിച്ചിട്ടാണ് എക്സാമിന് പോയത്, പക്ഷേ ടെൻഷൻ കാരണം കുറേ തെറ്റിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അറിയുക. ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം ചെയ്യാവുള്ളൂ. അത് എപ്പോഴും ഒരു ലോജിക്കായിട്ട് സൂക്ഷിക്കുക. ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കുക. അത് ഇങ്ങനെ പറഞ്ഞാലും ടെൻഷൻ വരാതിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് ടെൻഷൻ. അതിനായിട്ട് ഒരുപാട് ടെക്നിക്സ് നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻസ് ഒഴിവാക്കിക്കൊണ്ട് വേണം തന്നെ മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഡെയിലി ബേസിസ് തന്നെ ചെയ്ത് നോക്കുക. എക്സാം ആകുന്ന ദിവസമോ എല്ലാ ദിവസവും ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് മെഡിറ്റേഷനൊക്കെ. എല്ലാവർക്കും യൂട്യൂബ് നോക്കിയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഒഴിവാക്കി തന്നെ പോവുക. പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഒഴിവാക്കി തന്നെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസും കാര്യങ്ങളും നിങ്ങളുടെ ജോയിൻസിലായിരിക്കും കൂടുതലായിട്ട് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സസൈസുകൾ ചെയ്യുവാണെങ്കിൽ, ബോഡി വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടെൻഷൻ ഒഴിവാക്കിയിട്ട് എക്സാം നല്ല കൂളായിട്ട് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് ഒഴിവാക്കി നല്ല മാർക്കിലോട്ട് എത്താനായിട്ട് സാധിക്കും. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന ഒരു 60% പേര് അല്ലെങ്കിൽ 70% പേരും പ്രിലിംസ് പാസ്സാവും സെക്രട്ടറിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നന്നായിട്ട് എഴുതുക. നിങ്ങൾ വെറുതെ ടെൻഷൻ യൂസ് ചെയ്തിട്ട് എക്സാമിൽ അനാവശ്യ നെഗറ്റീവുകൾ ഉണ്ടാക്കി വെക്കാതെ നല്ല രീതിയിൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് സാധിക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പൊതുവെ എക്സാം ഈസി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വരാനായിരിക്കും ചാൻസ്. ഒരിക്കലും ഒരു ഇയർ ആയിട്ട് ഒരു മോശം ക്വസ്റ്റ്യൻ വരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. LGSനേക്കാളും ഒക്കെ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുക, നെഗറ്റീവ് ഒഴിവാക്കുക. ഇത്ര പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.